എന്നതാണ് കുടുംബം. കുടുംബങ്ങളുടെ കൂടിച്ചേരലാണ് ഓണനാളിൻ്റെ പകിട്ട് കൂട്ടുന്നത്. അങ്ങനെ വലിയൊരു കുടുംബത്തിലാണ് ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്. മറ്റെവിടെയുമല്ല, കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഗാന്ധി ഭവനിൽ. ഗാന്ധി ഭവനിലെ ഓണാഘോഷം കുറച്ച് ദിവസങ്ങളായി അങ്ങനെ പൊടിപൊടിക്കുകയാണ്. ആ ഓണനാളുകളിൽ ഓണാഘോഷത്തിൽ അവർക്കൊപ്പം കുറച്ച് സമയം നമുക്കും ചെലവഴിക്കാം. നമ്മളെന്തായാലും ഗാന്ധി ഭവൻ കുടുംബത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗാന്ധി ഭവൻ്റെ കുടുംബാംഗങ്ങളൊക്കെ നമ്മളെ കാണാൻ വേണ്ടി ഇവിടെ കാത്തു നിൽപ്പുണ്ട്. ഒപ്പം ഗാന്ധി ഭവൻ സെക്രട്ടറി സോമരാജൻ സാർ ഉൾപ്പെടെയുള്ളവരും ഇവിടെ നമുക്കൊപ്പമുണ്ട്. സാർ, ഹാപ്പി ഓണം ആദ്യം തന്നെ. അപ്പം ഗാന്ധി ഭവനിലെ ഓണാഘോഷത്തിനൊപ്പം ചേരാമെന്ന് കരുതി കുറച്ച് സമയം. സന്തോഷം. നമുക്ക് പ്രതീക്ഷയാണല്ലോ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ 24 വലിയ ഓണാഘോഷമില്ലേ? ശ്രീകണ്ഠ സാറിൻ്റെ നേതൃത്വത്തിലുള്ള നിങ്ങളുടെ ആ ടീം അത് ശരിക്കും ഓണം എല്ലായിടത്തും എത്തിക്കുകയാണ്. ഗാന്ധി ഭവൻ്റെ ചെയർപേഴ്സണാണ്. അപ്പോൾ ഷാഹിദാത്തയ്ക്ക് ഓണക്കാലത്ത് എന്താണ് 24 പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് കേൾക്കണം. വലിയ സന്തോഷമുണ്ട്. കാരണം ഗാന്ധി ഭവൻ പോലെയുള്ളൊരു പ്രസ്ഥാനത്തിൽ ആരുമില്ലാത്ത അച്ഛനമ്മമാരുടെയും മക്കളുടെയും ഓണം ഒപ്പിയെടുക്കാനായി 24 കാണിക്കുന്ന ഈ ഒരു ഇത് തീർച്ചയായിട്ടും അത് ഗാന്ധി ഭവനിലെ അച്ഛനമ്മമാർക്കെല്ലാം നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഓണ സമ്മാനമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഗാന്ധി ഭവൻ്റെ പുതിയ കെട്ടിടം. ഇത് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ അച്ഛന്മാർക്ക് വേണ്ടിയാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. യൂസുഫലി സാറിൻ്റെ ഈ വർഷത്തെ ഓണ സമ്മാനം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇത് ഏകദേശം 500 പേർക്ക് ഇവിടെ സുഖകരമായി താമസിക്കാം. അദ്ദേഹത്തിന് ഒരുപാട് സംരംഭങ്ങളുണ്ട്. പക്ഷേ ഇത് എന്നും സമൂഹം ഉപേക്ഷിച്ച പ്രയാസപ്പെടുന്നവർ, പാലിയേറ്റീവ് രോഗികൾ അടക്കം ഇതിനകത്തുണ്ട്. ഓണമെന്നാൽ ഓണസദ്യ തന്നെയാണ് പ്രധാനം. പ്രത്യേകിച്ച് ഗാന്ധി ഭവനിലെ ഓണസദ്യ വിഭവ സമൃദ്ധമാണെന്ന് പറയാറുണ്ട്. അപ്പം ഈ 10 ദിവസവും 10 ദിവസമല്ല, ബാക്കിയുള്ള ദിവസങ്ങളും വരുമ്പം ഇലയിട്ട് തന്നെയാണ് ഇവിടെ വരുന്നവർക്ക്. എല്ലാ ദിവസവും ഇലയിട്ട് സദ്യ വിളിക്കുന്ന സ്ഥാപനമാണ്. നമ്മുടെ ഈ ഏറ്റവും വലിയ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ കലവറ കൂടി ഒന്ന് കാണണം അല്ലേ? ഇത്രയും വയറുകളെ അന്നമൂട്ടുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു പുണ്യം. ഒരു അമ്മയിൽ തുടങ്ങിയതാണ്. തെരുവിൽ കണ്ട പാറുക്കുട്ടി അമ്മയിൽ തുടങ്ങി 2003 പിന്നെ ഒത്തിരി അമ്മമാർ വന്നു. ഈ പത്തനാപുരത്ത് മാത്രം 1400 കുടുംബാംഗങ്ങൾ. കൈക്കൊഞ്ഞ് മുതലുണ്ട്. ശ്രീകണ്ഠൻ നായർ സാറ് ഏഷ്യാനെറ്റ് ആയിരിക്കുമ്പം പിന്നെ എവിടെയൊക്കെ പ്രവർത്തിച്ചു അപ്പോഴെല്ലാം. അതുപോലെ 24 ഫ്ലവേഴ്സും എല്ലാം ഗാന്ധിഭവനെ നല്ലതുപോലെ ആശ്ലേഷിക്കുന്നത്. എങ്ങനെയുണ്ട് ഓണസദ്യ? അടിപൊളി. നല്ലപ്പോഴത്തെ ഓണം. 2 മാസമേ ഉള്ളൂ. സാറ് നമുക്ക് ചോറ് നമുക്ക് ലോകത്ത് നിധി കിട്ടിയ പോലെ ആയി. സാറ് ഞങ്ങൾക്ക് ഓണസദ്യ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ഗാന്ധി ഭവനും സോമരാജൻ സാറും ഒരു പാഠ്യവിഷയം തന്നെയാണ് പലർക്കും. ഇവിടെ പഠിക്കാൻ അല്ലെങ്കിൽ ഇത് കണ്ട് മനസ്സിലാക്കാനൊക്കെ തന്നെ പലയിടങ്ങളിൽ നിന്നും ആളുകൾ എത്താറുണ്ട്. ഇപ്പോഴും ഇവിടെ എനിക്ക് തോന്നുന്നു കുറേ ആളുകളൊക്കെ എത്തിയിട്ടുണ്ടെന്ന് അല്ലേ സാർ? ഇവരൊക്കെയാണല്ലേ? ഇവരുണ്ട്, കുറേയധികം കുട്ടികളുണ്ട്. അത് ഈ 1 മാസം ഇൻറ്റേൺഷിപ്പ് ഇവിടെ താമസിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ള നിലയിലാണ് കോളേജുകളിൽ നിന്ന് ഇവിടുന്ന്. ജീവിതത്തിൽ എന്തുണ്ടെന്നും ഇവിടെ വന്നാൽ എല്ലാം പഠിക്കാൻ കഴിയുമെന്നുള്ള പാഠം പഠിച്ചു. യൂണിവേഴ്സിറ്റി തന്നെയല്ലേ? അതെല്ലാം പഠിക്കാം, എല്ലാം കഴിയും. പലതും നഷ്ടപ്പെട്ടവർക്കുള്ളൊരു ആശ്രയ കേന്ദ്രമാണ് ഗാന്ധി ഭവൻ. പക്ഷെ മോളെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെ ഒരു കേന്ദ്രമാണ്. എന്തോ ദൈവഭാഗ്യം വെച്ചിട്ട് ഒരു സ്വർഗം തന്നെയാണിത്. എൻ്റെ അച്ചാച്ചനായാലും എപ്പോഴും ഏതിനും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട്. ഇവരൊക്കെ തരുന്ന ആ ഒരു കരുതലും ആ ഒരു സ്നേഹവും അതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്താം. നമ്മൾ എന്താഗ്രഹിക്കുന്നോ അതെത്താൻ കഴിയും. ഗാന്ധി ഭവനിലെ കലാപ്രകടനങ്ങളാണ്. നമുക്കതൊന്ന് ആസ്വദിക്കാം. തിരുവോണപ്പുലരി തൻ തിരുനൽ കാഴ്ച കാണാൻ മാവേലി നാടുവാണിടുങ്കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. പാവാട വേണം, നിലാട വേണം, പഞ്ചാരപ്പനങ്കിളിക്ക്. സ്നേഹക്കുട്ടിയുടെ പാട്ടാണ് ഇനി.
വീടാണീ വീട്, എന്നും എന്നും പൂക്കൾ വിളരും വീടാണീ വീട്. കൂട്ടുകുടുംബത്തിൽ കൂട്ടായെന്നും അതിരില്ലിവിടെ മതിരില്ലിവിടെ ഒന്നാണെല്ലാരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഗാന്ധി ഭവനിലെ ഓണം. ഗാന്ധി ഭവന് എന്നും ഓണമാണ്. ഇവിടെ ഓണാഘോഷങ്ങൾ അങ്ങനെ കൊട്ടിക്കയറുകയാണ്. ഗാന്ധി ഭവൻ കുടുംബാംഗങ്ങൾക്കൊപ്പം ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുരേന്ദ്രൻ 24 കൊട്ടാരക്കര. ആർപ്പോയ് ഇറോ ഇറോ ഇറോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.